നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ഫൈവ് ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവരുടെ മനസ്സിലൂടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. അവരിപ്പം അവരുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിലായിരിക്കാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ആളുകൾ അവർക്ക് ചുറ്റിനുമുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവര് ഈ കാര്യങ്ങളിലാണ് അവർ കുറച്ച് കൂടുതൽ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. അവർ ടെൻഷൻ നേരിടുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരിപ്പം സഫർ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലാണ് എന്നാണ് കാണിക്കുന്നത്. അതിന്റെ ടെൻഷൻ അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ചാരിയറ്റ് ആണ്. അതായത് മുന്നോട്ട് ഈ റിലേഷനിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കാനോ ഈ റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനോ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അവർക്ക് അവരുടേതായ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ കൂടി അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് റിലേഷനിൽ വരുന്നത് എന്നാണ് കാണിക്കുന്നത്. ഒരു ലെസ് കോണ്ടാക്ട് റിലേഷൻ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ദ ഫുൾ കാർഡാണ്. അവരിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തെ അവർ അതിജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവര് ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഇടാൻ അവര് ആഗ്രഹിക്കുന്നുണ്ട്, അതിനവര് തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴീ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ അവര് മുന്നോട്ട് നേരിടുകയും അതിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അവിടെ ഉള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവർ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത്. ടു ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഴ്സണ് നിങ്ങളോടോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഇഷ്ടക്കേടോ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഇഷ്ടവും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അവർ ഇപ്പോൾ ഈ റിലേഷൻ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് സാഹചര്യമാണ്. അതായത് അവരുടെ ലൈഫിൽ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ റിലേഷനിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലോട്ട് ഈ റിലേഷനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ അവർ ഫേസ് ചെയ്ത് മറികടന്ന് റിലേഷനിലോട്ട് പഴയ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ശക്തമായി തന്നെ അവർ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാതെ നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അവർക്ക് ആ ഒരു പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന ആ ഒരു സ്ട്രെസ്സിലാണ് ഇപ്പം അവർ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് ആണ്. അവര് ഈ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടാണ്. അതായത് അവർ ഈ റിലേഷനിലോട്ട് ഒരു ആക്ഷൻ മുന്നോട്ട് എടുക്കുകയും ഈ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് വരികയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു നോ കോണ്ടാക്ട് ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടുതൽ ശക്തമാവുന്നതിന് സഹായിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നത്തെ അതിജീവിച്ച് അവര് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് വരും. അവർ ആ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂസിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിലേഷന്റെ കാര്യത്തിൽ ഇപ്പം റിലേഷനിൽ അവർ നിൽക്കുവാണെങ്കിൽ ഇപ്പം രണ്ടും കൂടി മാനേജ് ചെയ്യുമ്പം അവർക്ക് ചിലപ്പോൾ അവരുടെ സ്ട്രെസ് നിങ്ങളോടായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യാം. അത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നതെന്നുള്ളതാണ്. ത്രീ ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീലിങ്സിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ഈ റിലേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അവർക്ക് അതൊക്കെ ഓക്കെ ആക്കി എടുക്കണം. അവർക്ക് ആ ഒരു സിറ്റുവേഷനെ
മറികടന്നേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഫോക്കസും അവരുടെ അവരുടെ എനർജി എല്ലാം അവർ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങളിലോട്ടാണ്. അതുകൊണ്ടാണ് റിലേഷന്റെ കാര്യത്തിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നിൽക്കുന്നത്. പക്ഷെ അവർ ഈ റിലേഷനിലോട്ട് പഴയ പോലെ തന്നെ തിരിച്ചു വരും. അവർക്ക് നിങ്ങളിപ്പോൾ സമയം കൊടുക്കുക. ഓക്കെ, അവരുടെ ഈ ഒരു സിറ്റുവേഷൻ ഓക്കെ ആയിട്ട് അവർ വരട്ടെ. അവരിപ്പം അവരുടേതായ ഇഷ്യൂസിൽ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും വീണ്ടും അവരെ ചേസ് ചെയ്യാനോ അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ വിഷമാവും ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുക. അവരുടെ ഇഷ്യൂസ് കഴിയുന്ന സമയത്ത്, മാറുന്ന സമയത്ത് അവർ നിങ്ങളെ എന്തായാലും തിരിച്ചു കോണ്ടാക്ട് ചെയ്യുകയും റിലേഷനിലോട്ട് തന്നെ തിരികെ വരികയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സ്ലീപ്ലെസ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് അത്രയും സ്ട്രെസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഉറക്കം പോലും കിട്ടാത്ത രീതിയിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് ആ ഒരു സമയത്ത് കുറച്ച് സ്പേസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇന്റൻസിറ്റി എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം, ആ ഒരു കണക്ഷൻ, ബോണ്ടിങ് അത് അത്രയും സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാതെ അവരെ ഫ്രീ ആയിട്ടൊക്കെ വിടുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് അവർക്ക് തോന്നുക. ബ്ലസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെപ്പോലെ ഒരു പാർട്ട്ണറെ കിട്ടിയതിൽ അവരെ ബ്ലസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. അത്രയും ഒരു സ്നേഹം അല്ലെങ്കിൽ അത്രയും ഒരു തീവ്രമായിട്ടുള്ള ബോണ്ടിങ്, ഹെൽപ്പ് എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിൽ കിട്ടിയത് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പോ ഈ റിലേഷന് വേണ്ടി എന്തെങ്കിലും മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷനിൽ നിങ്ങളൊരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ആളോട് പറയണം. ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഈ റിലേഷനിൽ മുന്നോട്ട് വേണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പൂരുട്ടാതി, തിരുവാതിര, പൂരാടം, ഫെബ്രുവരി, ലെറ്റർ ടി, 1992, തൃക്കേട്ട, ആയില്യം, വിശാഖം, ലെറ്റർ ഡബ്ല്യു, ലെറ്റർ ബി, 1995, ഉത്രാടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.